ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ മൈ ലൈഫ്. അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു ഇച്ചിരി ഇളക്കം കൂടുതലായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാൻ നാളെ വീട്ടിൽ പോകണം, ഞങ്ങൾ നാളെ വീട്ടിൽ പോകണം. അപ്പം ഞാൻ ഇറങ്ങി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ജിജോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ വരുമ്പം ഞാനും കൊച്ചും അറിയാതെ കിടക്കുന്നത് പോലെ, അറിയാതെ വീഡിയോ എടുക്കും പോലെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് തരണം, എനിക്ക് ഡേ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ വിധിയുടെ വിളയാട്ടം പോലെ അവനെ സമയമായിട്ടും ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൻ വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ വീണ്ടും തുടങ്ങും. കാരണം നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കൊച്ചിന് ഫുഡ് കൊടുക്കണം. അവൻ വന്നു കഴിഞ്ഞാണെങ്കിൽ അപ്പം എണീറ്റല്ലേ ഉള്ളൂ, ഇനി നീ കൊടുത്തോ എന്ന് പറഞ്ഞ് തലേ വെക്കാം. വീരഗാനം വീടുമ്പിനിരിക്കും വീണ പോലും മൗനമായി. കുറച്ചു നേരം പാട്ടൊക്കെ പാടിയോടെ കിടന്നു കഴിഞ്ഞിട്ടും അവൻ വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി, തന്നെ ഇന്ന് എണീച്ചില്ലെങ്കിൽ എൻ്റെ പ്ലാനുകൾ എല്ലാം വെള്ളത്തിലാവും. കാരണം എനിക്കിത് കുറേ പരിപാടികളുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കൊച്ചു തണ്ട് ഓൾറെഡി ഉണർന്നു കിടക്കുന്നു. നേരെ എണീറ്റ് ഞാൻ കണ്ണാടി വെച്ചു. കാരണം കണ്ണാടി ഇല്ലെങ്കിൽ എൻ്റെ ഡേ ഇല്ലല്ലോ, കാരണം ഞാനില്ലല്ലോ, എനിക്ക് കാണത്തില്ലല്ലോ. പിന്നെ തന്നെ കണ്ണാടി തപ്പിയെടുക്കുന്നതും പിന്നെ തലേ ദിവസം തലയിൽ കെട്ടിയിരുന്ന ബുഷ് തപ്പിയെടുക്കുന്നതുമാണ് എൻ്റെ ജീവിതത്തിലെ രാവിലത്തെ ഏറ്റവും വലിയ ടാസ്ക്. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കഴുത്തിലെ മാല കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ ഊരി വെച്ചു തിയേറ്ററിൽ പോകാൻ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തിട്ട് നോക്കുമ്പോഴത്തേ മുറ്റത്തൊരു മൈന അമ്മ അതിന് മുന്നേ എണീച്ച് വേണ്ടതിക്കലും ചിരിച്ചുകൊണ്ട് പിന്നെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ മാന്യമായി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ എരിച്ചോടെ എന്നാണ് അമ്മ സാധാരണ പറയാറ്. എന്താണെങ്കിലും വീഡിയോ എടുത്തുകൊണ്ട് എന്നും ഇനി എണീറ്റാലോ എന്ന് പോലും ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. വീഡിയോ എടുക്കുമായതുകൊണ്ട് അത് രാവിലെ തന്നെ പോയി മുഖമൊക്കെ അരച്ച് തേച്ച് കഴുകി അരച്ച് കഴുകിയേക്കാമെന്ന് കുറേ പരിപാടികളുണ്ടല്ലോ. പിന്നെ പല്ല് തേക്കാൻ തുടങ്ങി. പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്തിനാണ് ഈ കൈ ഇളക്കി തേക്കുന്നത്, എന്തുകൊണ്ട് മുഖം ഇളക്കി തേച്ചുവിടാ. അങ്ങനെ കുറച്ച് നേരം മുഖമൊക്കെ ഇളക്കി തേച്ചു. വെളിയിൽ നിന്ന് കാണുന്ന ഒരു പിച്ചാന്ന് ഓർപ്പെങ്കിലും ഒരു ചേഞ്ചൊക്കെ അനിവാര്യമാണല്ലോ എന്നോർത്ത് ഞാൻ വീണ്ടും ഒരച്ചരിച്ച് തേച്ചു. 32 27 പല്ലൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ അക്കരെ പച്ച പോലെടുത്തി. താഴോട്ടിറങ്ങുമ്പോൾ മേലോട്ടിറങ്ങുമ്പോൾ താഴോട്ട് വേണം. പക്ഷേ എന്ത് പറയാൻ, ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞുകൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാനാണല്ലോ അമ്മ. പിന്നെ ഞാൻ എൻ്റെ അമ്മയെ നോക്കി ഇതെന്താ ഇങ്ങനെ നോക്കുമ്പോൾ നിൻ്റെ അല്ലേ എന്നുള്ള രീതിയിൽ അമ്മ എന്നെ എഴുന്നോട്ട്. പിന്നെ ഞാൻ നേരെ വന്ന ദൈവമേ എനിക്കിന്ന് മുഴുവൻ സഹിക്കുവാനുള്ള ക്ഷമ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ദിവസം ഞാൻ അങ്ങോട്ട് ആലോചിച്ച് എത്രണ്ട് ക്ഷമെടുത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത് അടുക്കളയിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേക്കാം. ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവൾ കുറച്ച് നേരം അടങ്ങിയിരുന്നോളൂ. ഇന്നപ്പം പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഓട്സ് പാൻ കേക്ക്. പിള്ളേർക്ക് വളരെ ഹെൽത്തിയാണ്, കാരണം പഞ്ചസാരയിടുമില്ല, ഉപ്പിടുമില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് കഴുകി വെച്ച് പാത്രം തപ്പിയെടുക്കുക എന്നുള്ളത് അതിലും വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ കൊച്ച് താഴെ കിടന്ന് അമ്മ എന്നൊക്കെ കരയുന്നതും കേൾക്കാത്ത മാതിരി നിന്ന് പ്രകൃതിയായി നിന്ന് എൻ്റെ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് ഷോ കൂടുതലായതുകൊണ്ട് തന്നെ പഴത്തിൻ്റെ ഒരു പകുതിയോളം താഴെ നിന്ന് പോയി. പിന്നെ എടുത്ത പൊട്ടിച്ച് ഒഴിച്ച് ഞാൻ മിക്സിയിൽ എല്ലാം കൂടെ അരിക്കുന്നത് ശ്രദ്ധയോടെ നോക്കി നിന്നു. അതിനങ്ങോട്ട് അറിയാത്തത് കൊണ്ട് കുറച്ച് മാജിക് ഒക്കെ ചെയ്യാമെന്നോട് വിചാരിച്ച മാജിക് ഉബ്രക ചെയ്തുകൊണ്ട് ഇരുന്നു. എന്നുവെച്ചാൽ ബ്ലെൻഡർ അടിച്ചു പോയല്ലോ എന്നോർത്ത് അത് വലിച്ചങ്ങോട്ട് തുറന്ന് നോക്കിയപ്പം അത് ആയിട്ടുണ്ട്. ഇനി അതെടുത്ത് നമ്മൾ പാനിലേക്ക് ഒഴിക്കുക. അങ്ങനെ ആസ്തറ്റിക് രീതിയിൽ അടുപ്പിൻ്റെ മൂട്ടിൽ കൊണ്ട് ഫോണിൽ ചേർച്ച് പഴത്തുള്ളി എടുത്ത് മാറ്റാൻ മറന്നുപോയി. എന്നിട്ട് അങ്ങോട്ട് ഒഴിച്ച് വെച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് വേകുന്ന സമയത്ത് പുറത്ത് പോയി കുറച്ച് ശുദ്ധവായു ശ്വസിക്കാമെന്ന്. അങ്ങനെ ഞാൻ ശുദ്ധവായു ശ്വസിച്ച് ഒറ്റയ്ക്കുള്ള ആ ലൈഫ് അങ്ങോട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ അമ്മ എന്നൊരു വിളി കേട്ട് തിരിഞ്ഞപ്പോൾ അടുത്ത മൈന മുറ്റത്ത് നിൽക്കുന്നു, ചക്കി ബാ എന്നും പറഞ്ഞ്. പിന്നെ ഞാൻ അവളെ കാണാത്ത പോലെ ആക്ട് ചെയ്ത കുറച്ച് റോസാ പുഷ്പങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. അടുത്ത പുഷ്പം കാണിക്കാൻ പോയപ്പോൾ ദാണ്ടത് വാടിയാണെങ്കിൽ കാര്യം പണ്ടാരടങ്ങി പോയിരിക്കുന്നു. പിന്നെ ഞാൻ വീടിൻ്റെ അകത്തോട്ട് ഗർഭം എന്നൊരു ഒച്ച കിട്ട സോഫയിലേക്ക് നോക്കിയപ്പോൾ അതാ ലൂക്കാച്ചൻ കിടക്കുന്നു.
ഞാൻ പിന്നെ നെറ്റത്തിരു എന്നൊക്കെ വെച്ചിട്ട് അകത്തോട്ട് പോയി കഴിയപ്പോഴത്തേക്കും ദേണ്ട പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്നാൽ അവൾക്ക് കൊടുക്കാന്ന് വെച്ചപ്പോൾ അവൾക്ക് കളിക്കണം. എന്നാൽ കുറച്ചു നേരം അവളുടെ ഓക്കെ കളിക്കാം എന്നോർത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ തുടങ്ങി അങ്ങോട്ട് പകുതിയായി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് എൻ്റെ കയറി പോകണം. അവളുള്ള വാട് നോക്കി കയറിപ്പോയി. അപ്പം ഞാൻ ആരായി എനിക്കൊരു മനസ്സുഖമൊക്കെ വന്നു. എന്നാലും ഞാൻ അങ്ങോട്ട് കയറി ജിജോ വന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ദോണ്ട തന്തകിൻ്റെ അവിടെ കൊട്ടലും മുട്ടലും തട്ടലും ഒക്കെ ചേർന്ന് അങ്ങോട്ട് തുറന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ദോണ്ട ചിരിച്ചോണ്ട നിൽക്കുന്നു. എങ്ങനെ നാളെ പറയാൻ തോന്നും. പിന്നെ ഒന്നുമില്ല ഏട്ടായി എന്നും പറഞ്ഞ് ഞാൻ ഓടിപ്പോയി കുളിച്ചു. കാരണം എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നുമേ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടും ഷോ നിർത്തിയില്ല. അവിടെ കിടന്ന് കുറേ നേരം ഷോയൊക്കെ കാണിച്ചിട്ട് തലയൊക്കെ അങ്ങോട്ട് തോർത്തി. കാരണം ഇന്ന് എനിക്ക് വന്നിട്ട് തല കുളിക്കാൻ പറ്റത്തില്ല. കാരണം യൂറോ പരിപാടി ഉണ്ട്. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ രീതിയിൽ മുടിയൊക്കെ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രായത്തിൻ്റെ ഭേദക്കഞ്ഞിക്കൊണ്ട് കൊണ്ട് തലയൊക്കെ കിടക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ദൈവമേ എൻ്റെ ബ്രൂട്ടീഷ് ചെയ്യുന്ന ബ്രൂട്ടീഷന്മാർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി ഓടിപ്പോയപ്പോഴാണ് ഓർത്തത് ഫോൺ എടുക്കാൻ കൊടുത്തേക്കാണെന്ന്. അപ്പോൾ ഓടി വന്നത് തിരിച്ച് തട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനങ്ങ് പോയി. അപ്പം പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഇങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ എടുക്കാനായിട്ട് എൻ്റെ നഖം ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് മുരിങ്ങോലി പോലത്തെ കല്ല്. എന്നാൽ അത് നടന്ന് ക്ഷീണം തീർക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോൾ എൻ്റെ ചക്ക ഉരുണ്ട് വരുന്ന പോലെ ഞാൻ നടന്ന് പറ്റുന്നു. ഞാൻ എന്നിട്ട് ഇങ്ങനെ നടന്ന് അവന്മാരുടെ കടയിൽ അങ്ങോട്ട് ചെന്നപ്പം എന്തുവാ ഒരു കട നിറച്ച ആൾക്കാർ. ഇവർക്കൊന്നും കാലും കൈ ഉരച്ച് കഴുകാൻ മേലെ നലച്ചും ഞാനും ഓർത്തോ ഞാനും ഇല്ലല്ലോ എന്ന്. അപ്പം ഒരുത്തൻ പറഞ്ഞു ആ കാലങ്ങോട്ട് മുക്കി വെച്ചോണ്ടിരുന്നോളീന്ന്. അങ്ങനെ ചുമ്മാ ഇരിക്കണ്ട, കളറങ്ങോട്ട് സെലക്ട് ചെയ്തോളീന്ന്. അങ്ങനെ അതും ഇതും സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവന്മാരിപ്പോങ്ങും വരത്തില്ല, അതുകൊണ്ട് പോസ്റ്റ് ആക്കിയിട്ടേക്കാണ്. അങ്ങനെ ഞാൻ ബെൻഡുണ്ടായിരുന്നോ എന്ന് എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരുന്നപ്പോൾ ഓടി ഒരുത്തരം അങ്ങോട്ട് വന്നിട്ട് ടൂൾസ് അങ്ങോട്ട് എടുത്തിട്ട് ഒരച്ച് തേച്ച് കഴുകാൻ അങ്ങോട്ട് തുടങ്ങി. അവൻ എന്നെ സോപ്പിടുന്നതിൻ്റെ ഭാഗമായി സോപ്പിൻ്റെ പോലത്തെ കുറച്ച് സോപ്പുകൾ ഒക്കെ എടുത്ത് പൂവിൻ്റെ പുഷ്പാഞ്ജലികൾ ഒക്കെ നടത്തിയിട്ട് ഉരച്ച് തേച്ച് വലിച്ചലക്കി നിനക്കൊക്കെ കുളിച്ചൂടടി എന്നുള്ള രീതിയിൽ എൻ്റെ കാലിനെ കുളിച്ച് കുത്തപ്പിയാക്കി അങ്ങോട്ട് എടുത്തു. എന്നിട്ട് പിന്നെ പറഞ്ഞു നഖം ചെയ്യാൻ, കയ്യിൽ നഖം ചെയ്യാൻ അങ്ങോട്ട് മാരി ഇരുന്നോളീന്നങ്ങോട്ട് പറഞ്ഞു. ഇവന്മാരെന്തോ ഇങ്ങനെ എന്ന് നോക്കിയിരുന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരുത്തൻ വിളിച്ച് ചേറയിലിരുത്തിട്ട് ഒരച്ച് തേച്ച് വരിച്ച് പറിച്ച് നഖം ഒക്കെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ നേരെ അവിടെ നിറക്കുന്ന നഖം ഇട്ട് 3-4 ഷോയൊക്കെ അങ്ങോട്ട് കാണിച്ച സ്വയമേ ഒരു ആത്മസംതൃപ്തി കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം കാരണം മേള. ഞാൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി. പബ്ലിക് പ്ലേസ് ആയിട്ട് 10 പേരെങ്കിലും നോക്കുമെന്ന് വിചാരിച്ചിട്ടും ഒരു മനുഷ്യൻ പോലും നോക്കിയില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് വിശപ്പിൻ്റെ വില വന്നിട്ട് മേള, എന്നാൽ ലിഡിൽ കയറി കുറച്ച് ഷോ ഇടാം എന്നോർത്ത് ഞാൻ അങ്ങോട്ട് ലിഡിൽ കയറി. എന്ത് കഴിക്കണം എന്നറിയത്തില്ല. കോള കൂച്ചാൽ കുടലിന് തുള വരും എന്ന് പറഞ്ഞ് എന്നെ ഏതായി എന്നെ പറ്റി പെരുകയായിരുന്നെങ്കിലും അവനാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ കോള കുടിയൻ. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ചേഞ്ചിനെ കുറച്ച് ഫ്രഷ് ജ്യൂസ് ആയാലോ. എന്നിട്ട് ഞാനാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് ആ ജ്യൂസിൻ്റെ സെക്ഷനിൽ നിന്ന് എടുത്തു. അപ്പോൾ മാംഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ. മാംഗോ കണ്ടിടുമ്പോൾ ഞാനതങ്ങോട്ട് എടുത്തു. അപ്പം ആ നഖം കാണിക്കാനായിട്ട് ഞാൻ ആ ജ്യൂസും പിടിച്ചൊരു 4 റൗണ്ട് ആ ലിഡിലിൽ കൂടെ മൊത്തം നടുമ്പോൾ. പക്ഷേ ഒരു പട്ടിക്കുറുക്കിനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 5 രൂപ തൊള്ളയിലോട്ട് അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് കയറ്റിട്ട് കുറേ കോയിൻസും തിരിച്ച് മേടിച്ച് ഞാൻ അവിടെ തന്നെ നിന്ന് അത് കുടിക്കാൻ ശ്രമിച്ചു. തുറക്കാൻ നോക്കിയിട്ട് നഖം പ്രൈവസിൻ്റെ പോലെ അങ്ങോട്ട് വെച്ചേക്കല്ലേ, തുറക്കാൻ പറ്റില്ല. പിന്നെ കട്ടിച്ചും പഴച്ചും വാരിച്ചും ഒക്കെ ഞാൻ ഒടുക്കം അതങ്ങോട്ട് തുറന്ന് എടുത്തു. നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. അതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്ക് എങ്ങനെയും കുടിച്ചാൽ മതി. ആർത്തി കയറ്റമല്ലായിരുന്നു. കുടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പം കൊള്ളത്തില്ല. പിന്നെ ഞാൻ മേടിച്ച് ആ ബണ്ണും കൂടെ കഴിക്കാൻ തുടങ്ങി. ഇത് നിറച്ച് ചോക്ലേറ്റാണ്. ഞാൻ ഭയങ്കര ഷുഗർ ക്രേവിങ്ങാണ്. പിന്നെ അവിടെ ഒന്ന് കഴിച്ചത് പോരാനായിട്ട് വെളിയിൽ വന്ന് ഫോണും ചാരി വെച്ച് ക്യാൻഡിൽ പോലെ കുടിക്കാൻ നോക്കി. പക്ഷേ കുടിക്കുന്ന ഒരു എസ്തറ്റിക് വൈബുമായിട്ട് വന്നില്ല. കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും പൈസ കൊടുത്ത മേടിച്ചത് കളയാണ്ടല്ലോ എന്ന് ഓർത്തു. അടുത്ത അപ്പോയിൻമെൻറ്റ് 10:30 ആയതുകൊണ്ട് ഞാൻ അതുവഴി മുഴുവൻ നടന്നു. കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ഞാൻ പള്ളിയിൽ പോകാമെന്ന് വെച്ചത്. പള്ളിയിലേക്ക് പോകുമ്പോൾ വേണ്ട അതിൻ്റെ തൊട്ടു മുന്നേയുള്ള ജിം എന്നെ നോക്കി നാണമില്ലാതെ ചിരിക്കുന്നു. ഇത് ഇവർ ജീവിക്കുന്നത് എൻ്റെ പൈസ കൊണ്ട് അറിയാമോ. ഞാൻ ആകെ 10-15 ക്ലാസ്സിനെ വരെ പോകും. ഇത് വർക്കൗട്ടിനെ പോയിട്ടുള്ളൂ. പക്ഷേ എല്ലാ മാസവും ഇവരെൻ്റെ 32 പൗണ്ട് വെച്ച് പിടിച്ചുകൊണ്ട് പോകും. രാഗി വിട്ടിട്ട് ഞാൻ നേരെ നടന്ന് പള്ളിയിൽ പോയിരുന്നു. പള്ളിയിൽ പോയിട്ടിരിക്കുമ്പം എല്ലാവർക്കും ഒന്നനെയാണോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. എനിക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ വരും.
ഞാനിങ്ങനെ വാഗൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ഈശോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് എനിക്ക് എന്തരച്ചിൽ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി പേരുള്ളപ്പോൾ പള്ളിയിൽ പോകാൻ ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കാം. അത് കഴിഞ്ഞ് ഞാനിറങ്ങി നേരെ അടുത്ത സലൂണിൽ പോയി എൻ്റെ കൺപീലികൾ വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 2 ദിവസം കഴിഞ്ഞു. സത്യമെന്ന് പറയട്ടെ, കണ്ണിൽ വിശറി വെച്ച പോലെയുണ്ട്. ഇപ്പം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം. എന്നാന്ന് വെച്ചാൽ ഈ കണ്ണാടി വെച്ചത് മറച്ചു വെക്കാനാണോ ഞാൻ എൻ്റെ 55 പൗണ്ട് കളഞ്ഞ് ചെയ്തേ എന്നോർത്ത് ഞാൻ വിലപിക്കുന്നതാണ് ആ കാണുന്നത്. വീട്ടിൽ വന്നിട്ടാം ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കൺപീലി കാണാമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ജിജ വന്നു. എന്തിനെ ചോദിച്ചു. അപ്പം ഉള്ളത് കൊള്ളാവുന്നത് നഖമായതുകൊണ്ട് ഞാൻ അവൻ്റെ മുമ്പിൽ നഖമിട്ട് കുറച്ച് ഷോ ചെയ്തു. നഖമൊക്കെ വെച്ച് എന്തോ ഷോ ചെയ്യാനാണ്. ഇപ്പം എനിക്ക് മൂക്കിലും കയറാൻ മേലെ ചെവിയിലും കയറാൻ മേലെ ചൊറിയുമ്പോൾ മാത്രം ഒരു സുഖമുണ്ട്. പിന്നെ കുറേ ഷോയൊക്കെ അവിടെ നിന്നങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ജിജ പറഞ്ഞു, പെട്ടിയിറക്കിയത് കാണണ്ടേ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിഞ്ഞു. പിന്നെ ലാസ്റ്റ് പെട്ടി അവൻ അടുക്കിക്കൊണ്ടിരിക്കുക. അപ്പം അവനെന്നോട് മേലിപ്പെ കുറച്ച് സോക്സ് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഹാർട്ടൊക്കെ കാണിച്ച് എനിക്കൊരു പാർട്ടുണ്ട് ഞാൻ പോവാനേ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോന്നു. കുറച്ചു നേരം ബാത്റൂമിൽ പോയിരുന്ന് ആലോചിച്ചപ്പം ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഒരു പാവാടയും ടോപ്പും ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് സമ്മറാ, കഴിഞ്ഞ സമ്മറാണ്. എന്തുപോലെ 2 പേരുടെ സെൻഡ് ഓഫിന് പോയപ്പം എസ്തറ്റിക് വൈബ് വരട്ടുന്നിടത്ത് ഞാൻ മാത്രം ചുരിദാറും ഇട്ടുകൊണ്ട് പോയി. തയ്യാറ് വെച്ച പോലെ 3 തട്ടായിരുന്നു. എല്ലാവരും നല്ല ഫ്രീ ആയിട്ട് ഉടുപ്പും ഇത് വെക്കിട്ട് എൻജോയ് ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കയറാൻ പറ്റാത്തിട്ട് ചുരിദാറിൽ കയറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യമില്ല, ഞാൻ ഫ്രീ ആയി പോകാൻ തീരുമാനിച്ചു. അതിന് ഏറ്റവും വലിയൊരു സന്തോഷം അറിയോ, എല്ലാവരും ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞാണ് വരുന്നത്. ഞാൻ മാത്രം ഓഫായിട്ട് വീട്ടിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശ്യമായിട്ട് വരുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ വെച്ച് എന്ന് എന്നെ നഖം പോയെന്നൊക്കെ പേടിച്ചെങ്കിലും അത് പോയില്ല. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി വെളിയിൽ വാട്ട് വെതറ എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പം വെതർ വലിയ തിരക്കേടില്ല. അപ്പം ആ ഉടുപ്പ് ആ വെതറിന് പറ്റിയതാണെന്ന് കൺഫേം ആയപ്പോൾ എനിക്ക് ഉള്ളിലൊരു ആശ്വാസം വന്നു. അങ്ങനെ കുറച്ച് ഇളം വെയിലടിച്ച് കരിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് അങ്ങ് കയറി. എന്നിട്ട് നേരെ പോകാൻ തീരുമാനിച്ചു. വീണ്ടും ബൈബിൾ വായിച്ചു. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ന് പോകുന്നത് നിർത്തി. അപ്പം ഉള്ളിലൊരു ചിരി സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വെറുതെ കരഞ്ഞ് സീനാക്കത്തില്ല എന്നൊക്കെ ഉറപ്പിച്ചാണ് ബൈബിൾ വായിച്ചു പോയതെങ്കിലും നടന്നത് ചരിത്രം. കരഞ്ഞു കൂവി. എന്തായാലും ഒരു വഴിക്ക് പോകുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് പോകാറ്. ഞാനങ്ങനെ പുള്ളിക്കാരി എന്നോട് എപ്പോഴും പറയും എനിക്കിത് പ്രാർത്ഥിക്കണേ. അങ്ങനെ ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പതുക്കെ വീട്ടിൽ നിന്നിറങ്ങി. എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയും കേട്ടോ. കാരണം ഞാൻ എന്ത് സന്തോഷിക്കുന്നുണ്ടെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് ദൈവം തന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരുങ്ങി കയറ്റി ഇറങ്ങി കഥ കടച്ചിട്ട് ജിജയോട് അപ്പുറത്ത് ഒന്ന് ഫോൺ താ എന്ന് പറഞ്ഞ് ഫോണും പള്ളിപ്പറിച്ച് ഞാൻ വീണ്ടും പോയി. അപ്പം ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ പുതിയതായിട്ട് വന്നപ്പം എന്നെ പുള്ളിക്കാരി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതും എന്നൊക്കെ എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് കുറച്ച് സങ്കടമൊക്കെ വന്നു. എന്നാലും അവരവരുടെ ലൈഫിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിപ്പോതന്നെ നമ്മൾ വിഷമിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്നിരുന്ന് ഞാൻ ആൽക്കഹോൾ ഇല്ലാത്ത ഒരു ഡ്രിങ്ക് പറഞ്ഞു. എൻ്റെ മനസ്സിൽ സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡാൻസ് കളിച്ചൊക്കെ എൻ്റെ സങ്കടം മുറിച്ച് കുറയും. അപ്പം ഞാൻ എല്ലാവരോടും ഡാൻസ് കളിക്കാൻ പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ വന്നു. എന്നാലും ഇടയ്ക്ക് ഞാനിങ്ങനെ കട്ട് ഓഫ് ആകുന്നത് പോലെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം നഖമൊക്കെ ഇട്ട് ഷോ കാണിച്ചു. പക്ഷെ എല്ലാവരും എന്നെ കളിയാക്കി വിട്ടു. അതൊക്കെ പറ്റ. എന്നിട്ട് ഞാൻ പിന്നെ വേറിലേക്ക് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം മരത്തിയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്നു. എന്നിട്ട് 10 മണിയായപ്പോൾ പരിപാടി കഴിയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അരികം വഴി വീട്ടിലോട്ട് പോന്നു. അപ്പം ഞാൻ കരഞ്ഞു കേട്ടോ. എനിക്ക് സങ്കടം വന്നു. പുള്ളിക്കാരിയും തിരിച്ച് ഞാനൊരു സിസ്റ്റമായി പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നെ എനിക്ക് എന്തൊരു ഇടയിലൊരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ
ഇപ്പം ഈ വീഡിയോ കണ്ടിട്ടും എൻ്റെ ലൈഫിൽ എന്നും ഇങ്ങനെ എന്ത് അടിച്ചു പൊളിച്ചാ നടക്കുന്നത് എന്നൊന്നും ആരും വിചാരിക്കരുത്. 365 ദിവസത്തിൽ ബാക്കി ദിവസം മുഴുവൻ ഞാൻ പണിയായിരിക്കും. ഇത് വർഷത്തിലൊരിക്കൽ കിട്ടുന്നൊരു ദിവസമാണ്. അപ്പം ഞാൻ നേരെ വീട്ടിൽ വന്ന് കിടന്നു. കാരണം എനിക്കൊരു മണിക്കൂറോടെ കഴിയുമ്പോൾ എയർപോർട്ടിൽ പോകണം. ഇനി ബാക്കി കളി കേരളത്തിൽ.